ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമൻറ്റും പഴയൊരു പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ട് ഒരു അടിപൊളി ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലവർ വൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഒരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ടുണ്ടാക്കാനാണ് ആഗ്രഹമെങ്കിൽ വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽ നോക്കി തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് അതിൻ്റെ ഒരു അടിഭാഗം ഞാൻ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ചെറിയ കത്തി ഉപയോഗിച്ച് അതിനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പോൾ അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഴയ കോട്ടൺ തുണിയും കൂടെ. അപ്പോൾ ആ സിമൻറ്റ് മിക്സ് ചെയ്തതിൽ നമ്മുടെ കോട്ടൺ തുണി അതിലോട്ടിട്ടിട്ട് നല്ലവണ്ണം തുണിയുടെ എല്ലാ ഭാഗത്തും സിമൻറ്റ് പറ്റത്തക്ക രീതിയിൽ അതും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ തുണി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം ഒന്ന് ചുറ്റിക്കെട്ടാം. അപ്പം ഒരു നൈസ് കനത്തിന് മതിയാകും. ഒരു ലെയർ തുണി മാത്രമേ ഞാൻ ഇതിലോട്ട് ചുറ്റി കെട്ടുന്നുള്ളൂ. അപ്പോൾ തുണി മൊത്തത്തിലൊന്ന് ചുറ്റിക്കൊടുത്ത് അതിനെ ഒരു ദിവസത്തേക്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുക. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലവണ്ണം നമ്മുടെ തുണിയും സിമൻറ്റും കൂടെ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സിമൻറ്റിൽ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒരുപാട് ലൂസ് വരാത്ത നമ്മുടെ ആവശ്യത്തിന് ഏത് പരുവമാണോ ആ ഒരു പരുവത്തിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബോട്ടിലിൻ്റെ ചുറ്റാതെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ നല്ലവണ്ണം തേച്ച് കട്ടി കൂട്ടിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ തേക്കപ്പോഴേ ഏകദേശം ഒരു 4 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം റൗണ്ട് ഷേപ്പ് എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ എല്ലാ സൈഡിലും ഒരു കനം വരത്തക്ക രീതിയിൽ തേച്ച് കൊടുക്കുക. അപ്പം ചിലപ്പോൾ ഒരു ലെയർ നമ്മൾ തേക്കപ്പോഴും ഫസ്റ്റ് ലെയർ തന്നെ എല്ലാം ഉണങ്ങി കിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്ത് കുറേശ്ശെ ലൂസാക്കി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കനം കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബോട്ടിൽ തിരിച്ച് വയ്ക്കുക. ആ ഹോളിനകത്ത് കുറച്ച് മണൽ അല്ലെങ്കിൽ മണ്ണോ ഒരുപാട് തരിയില്ലാത്ത മണ്ണോ മണലോ നല്ലവണ്ണം നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ സൈഡ് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കരണ്ടി കൊണ്ട് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകൾ സൈഡും കൂടെ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ സിമൻറ്റ് നല്ലവണ്ണം തേച്ച് കൊടുത്ത് വൃത്തിയാക്കി എടുക്കുക. ഇപ്പോൾ നല്ല കട്ടി കിട്ടത്തക്ക രീതിയിൽ എല്ലാ സൈഡും നല്ലവണ്ണം തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ എടുത്ത് തിരിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള സിമൻ്റ് എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് 10 മണിക്കൂർ കൂടുതൽ എടുക്കരുത്, എന്നാൽ നല്ല കട്ടിയായി പോകും. പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് ഡിസൈനൊന്നും ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇനി നമുക്ക് ആ മുകൾ സൈഡിൽ റൗണ്ട് കറക്റ്റ് ഷേപ്പ് വരാൻ വേണ്ടി കുറച്ച് കത്തി ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ചുരണ്ടി കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ഒരേ കനം കിട്ടത്തക്ക രീതിയിൽ ചെറുതായിട്ട് തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് കത്തി ഉപയോഗിച്ച് നല്ലവണ്ണം ചുരണ്ടി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ പുറത്തെ സൈഡ് വൃത്തിയാക്കി നല്ലവണ്ണം റൗണ്ട് ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള മണലും കൂടെ മാറ്റാം. അപ്പോൾ മണലെല്ലാം മാറ്റിയിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളവും എംബറിൻ്റെ സാൻഡ് പേപ്പറുമാണ്. ഇനി നമുക്ക് അതിനെ മൊത്തത്തിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പം പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ പുറത്ത് ചെറിയ ഡിസൈനൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ആണിയാണ്. ആണി ഉപയോഗിച്ച് അല്ലെങ്കിൽ മൂർച്ചയുള്ള മറ്റെന്തെങ്കിലും കൊണ്ട് ചെറിയ റൗണ്ട് ഷേപ്പിൽ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ ചെറിയ ഡിസൈനൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിനെ ഒന്ന് കുടിച്ച് കുറച്ച് സിമൻറ്റും കൂടെ മാറ്റിയെടുക്കാനുണ്ട്. പാണി കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ചെറിയ ഡിസൈനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് കുഴിച്ച് സിമൻ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയണം. അപ്പോൾ അതിനുവേണ്ടി ചെറിയ മൂർച്ചയുള്ള കത്തിയോ അല്ലെങ്കിൽ ചെറിയ കരണ്ടിയോ ഉപയോഗിച്ച് നമ്മൾ വരച്ചിരിക്കുന്ന ആ റൗണ്ട് ഷേപ്പിനകത്തുള്ള സിമൻറ്റ് നല്ലോണം കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ ചുറ്റാതുള്ള ചെറിയ ബോർഡറായിട്ടിരിക്കുന്ന അത് അങ്ങനെ തന്നെ വെച്ചേക്കണം. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ വരച്ച് എടുത്തേക്കുന്ന മൊത്തം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് മാറ്റി അതിനൊന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് പേപ്പർ ചെയ്ത് ആ കുഴു വരുന്ന ഭാഗമെല്ലാം നല്ലോണം അതിൻ്റെ അകത്തുള്ള തടുപ്പെല്ലാം പേപ്പർ ചെയ്തെടുക്കുക. അപ്പം പേപ്പറെല്ലാം ചെയ്ത് അതിനൊന്ന് ക്ലിയർ ചെയ്തിട്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശമുള്ള തടുപ്പെല്ലാം നമ്മൾ പേപ്പർ ചെയ്ത് മാറ്റാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ വലിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ വാൾപുട്ടിയാണ്. അപ്പോൾ വാൾപുട്ടി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ ആവശ്യത്തിന് ലൂസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ കുഴു ഭാഗത്ത് പുട്ടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ട് തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറേശ്ശെ പുട്ടി ഉപയോഗിച്ച് ആ ഹോൾസ് വരുന്ന ഭാഗമെല്ലാം നല്ലവണ്ണം പുട്ടി ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ പുട്ടി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ കുഴു ഭാഗവും അതിൻ്റെ മുകൾ സൈഡ് വരുന്ന ഭാഗങ്ങളും എവിടെയെങ്കിലും സിമൻറ്റ് അടർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ഭാഗം കൂടെ നല്ലവണ്ണം കുട്ടിയിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ പുട്ടിയിട്ട് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്കതിനൊരു 220 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിന് മൊത്തത്തിലൊന്ന് പേപ്പറും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ഹോൾസും ചെറിയ തടുപ്പും എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ പേപ്പർ ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പുട്ടിയാവുമ്പോഴും വൈറ്റ് സിമൻറ്റ് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര തടുപ്പായിരിക്കും. അപ്പം പേപ്പറെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടെ ചെയ്തെടുക്കാം. അപ്പം കളർ കൊടുക്കാൻ വേണ്ടി ഇവിടെ എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.